അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മിൽ പലർക്കും മാസത്തിൽ സാലറി കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്നോ മറ്റോ ഇൻകം കിട്ടുന്നുണ്ട്. പക്ഷെ കാലങ്ങളായിട്ട് നാം ജീവിച്ചു വരുന്നത് ഒരേ ഒരു ലെവലിലാണ്. ആ ലെവലിൽ നിന്നൊരു ഗ്രോത്ത് ഉണ്ടാകുന്നില്ല. നമ്മുടെ EMI മറ്റും കഴിഞ്ഞിട്ട് വേണ്ടത്ര ഇൻകം കിട്ടുന്നില്ല. എവിടെയോ ചില മണി ബ്ലോക്കുകൾ നമുക്കുണ്ട് എന്ന് നമുക്ക് തന്നെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് മാറ്റാനുള്ള മാന്ത്രിക വിദ്യകളൊന്നുമില്ല, നാം സ്വയം മാറുക എന്നതാണ്. അങ്ങനെ ആ ബ്ലോക്കുകളെ, മണി ബ്ലോക്കിനെ മാറ്റിയെടുക്കാൻ നാം എന്തൊക്കെ ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് മണി ബ്ലോക്കുകളായിട്ട് കിടക്കുന്നത്? കൂടുതൽ വരുമാനം ലഭിക്കാതിരിക്കാൻ കാരണമാകുന്ന ഒരു 7 മണി ബ്ലോക്കുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. മണി ബ്ലോക്ക് നമ്പർ 1, നാം എപ്പോഴും കംഫർട്ട് സോണിൽ തന്നെ കഴിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഒന്നാമത്തെ. കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ ഒരു സൈക്കോളജിക്കൽ ലെവലാണ്. നമുക്കവിടെ നല്ല സുഖമാണ്, കൂടുതൽ ടെൻഷനുകളില്ല, പ്രശ്നങ്ങളില്ല, വെല്ലുവിളികളില്ല. സ്റ്റേയിങ് ഇൻ യുവർ കംഫർട്ട് സോൺ ഫീൽ ഈസി. കംഫർട്ട് സോണിൽ ഇങ്ങനെ ജീവിച്ച് കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുക എന്നത് നമുക്കൊരു ഈസി ഫീലിംഗ് ഉണ്ടാവും. ബിക്കോസ് ദർ ഈസ് നത്തിങ് ടു ചലഞ്ച് യു. അവിടെ നമുക്കൊരു വെല്ലുവിളികൾ ഉണ്ടാകില്ല, പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അതാണ് നാം ഒരു ജോലിയിൽ കയറിയിട്ടുണ്ടാകും. ആ ജോലിയിൽ നിന്ന് സ്ഥിരമായി എല്ലാ മാസവും 1-ാം തീയതി അല്ലെങ്കിൽ 31-ാം തീയതി നമുക്ക് സാലറി കിട്ടുന്നു. അതുകൊണ്ട് ജീവിതം ഇങ്ങനെ കഴിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് ഈ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കടക്കാതെ കൂടുതൽ ഇൻകം വരില്ല എന്നതാണ് സത്യം. കഴിഞ്ഞ വീഡിയോയിൽ സ്വഹാബികളുടെ റിച്ചസ്റ്റ് ആയ സ്വഹാബികളെ പരിചയപ്പെടുത്തിയിരുന്നു, അവരുടെ ബിസിനസ് തന്ത്രങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു. സ്വഹാബികളിൽ ഏറ്റവും റിച്ചസ്റ്റ് ആയ ആളാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം 0 ആയിട്ടാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുന്നത്. മക്കയിൽ നിന്ന് വരുന്ന ആളുകളുടെ കയ്യിലൊന്നും ഒന്നുമില്ല. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും അവരുടെ കയ്യിൽ പണമില്ലാതെയാണ് പല ആളുകളും മദീനയിൽ എത്തിച്ചേരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ മദീനയിലുള്ളൊരു സ്വഹാബിയുമായി സാഹോദര്യം സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ മക്കയിൽ നിന്ന് വന്ന ആളുകൾക്ക് മദീനയിൽ അവർ കയ്യിലൊന്നുമില്ലാതെ വരുമ്പോൾ മദീനയിലുള്ള ഒരു സ്വഹാബിയുടെ വീട്ടിൽ താമസിക്കുക, അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ഇങ്ങനെയായിരുന്നു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന് ഇങ്ങനെ സഹോദരനായി ലഭിച്ചത് സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു. സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ സമ്പത്തിന്റെ പകുതിയും ഞാൻ നിങ്ങൾക്ക് തരാം, നിങ്ങൾക്ക് അതുകൊണ്ട് ജീവിക്കാം. പക്ഷെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ മൈൻഡിൽ അത്തരം ഒരു കംഫർട്ട് സോണിൽ ജീവിച്ചാൽ പോരാ എന്നുണ്ടായിരുന്നു. വളരെ പ്രസിദ്ധമാണ് ഈ സമയത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ വാചകം. ഇവിടുത്തെ മാർക്കറ്റ് എവിടെയാണെന്ന് എനിക്ക് പറഞ്ഞതില്ല. ദുല്ലനി അലാ സൂഖ്. ഇവിടുത്തെ മാർക്കറ്റ് എവിടെയാണെന്ന് എനിക്ക് പറഞ്ഞു തരുമോ? ഞാൻ അവിടെ പോയിട്ട് കച്ചവടം ചെയ്തിട്ട് ഞാൻ സമ്പത്തുണ്ടാക്കിക്കൊള്ളാം എന്നാണ്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന് സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ഒരു കംഫർട്ട് ഉണ്ടായിരുന്നു, കംഫർട്ട് സോണായിരുന്നു. എന്നുവെച്ചാൽ കൂടുതൽ ജോലി ചെയ്യേണ്ട. സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു തൻ്റെ സമ്പത്തിന്റെ പകുതിയും നൽകാൻ തയ്യാറാണ്, വീട്ടിൽ താമസിപ്പിക്കാൻ തയ്യാറാണ്, ഭക്ഷണം നൽകാൻ തയ്യാറാണ്. ആ ഒരു കംഫർട്ട് സോണ് വിട്ട് ഇവിടുത്തെ മാർക്കറ്റ് എവിടെയാണ്, ഞാൻ അവിടെ പോയി ബിസിനസ് ചെയ്യാം, ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കടക്കാൻ തയ്യാറായതുകൊണ്ടാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന് കൂടുതൽ വരുമാനം ഉണ്ടാക്കാനും ഏറ്റവും റിച്ചസ്റ്റ് ആയ സ്വഹാബിയായി മാറാനും കഴിഞ്ഞു. അപ്പോൾ മണി ബ്ലോക്ക് 1, നാം കംഫർട്ട് സോണിൽ തന്നെ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ്. അതിൽ നിന്ന് എന്ന് പുറത്ത് കടക്കുന്നുവോ അപ്പോൾ മുതൽ നമ്മുടെ വരുമാനത്തിലും വർധനവുണ്ടായിത്തീരും. മണി ബ്ലോക്ക് നമ്പർ 2,
ഫിയർ ഓഫ് ഫെയിലിയർ ആണ്. പരാജയപ്പെടുമോ എന്ന ഭീതി, പേടി. ചില ആൾക്കാരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, അവരിങ്ങനെ ബിസിനസ് ആശയങ്ങളുടെ ചുമടും തലയിലേറ്റ് ഇങ്ങനെ നടക്കുന്ന ആളുകളാണ്. അവരോട് സംസാരിക്കുമ്പോൾ ബിസിനസ് ആശയങ്ങൾ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. പക്ഷെ അവർ ഇതുവരെ ഒരു ബിസിനസ്സും ചെയ്തിട്ടുണ്ടാവില്ല. എന്തായിരിക്കും കാരണം? അവർക്ക് ആ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ, അവർ ഇത്തരം ആശയങ്ങളൊക്കെ അവർക്ക് ഉണ്ടെങ്കിൽ കൂടി അത് ചെയ്താൽ പരാജയപ്പെടുമോ എന്ന പേടിയാണ്. ഇതൊരു കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. ഇസ്ലാം പഠിപ്പിക്കുന്നത്, ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഫൈദാ അസംത ഫതവക്കൽ അലല്ലാഹ്, ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് നാം അതിലേക്ക് മുന്നിട്ടിറങ്ങുക എന്നതാണ്. പ്രാർത്ഥന, പ്രവർത്തനം, തവക്കുൽ. പ്രവർത്തിക്കണം, അതോടൊപ്പം പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, പ്രവർത്തനം കൂടെ ഉണ്ടാവണം. കൂടെ അള്ളാഹുവിൽ തവക്കുലാക്കി നാം അതിലേക്ക് ഇറങ്ങുകയും വേണം. ഇപ്പൊ ഒന്നും കാലങ്ങളായിട്ട് നമ്മുടെ മനസ്സിലുള്ള ചില ബിസിനസ് ആശയങ്ങളുണ്ട്, നാം ഇതുവരെ അത് ചെയ്തിട്ടുണ്ടാവില്ല. കാരണം എന്താ? അത് ചെയ്താൽ പരാജയപ്പെടുമോ എന്ന ഭീതി. ഇതാണ് രണ്ടാമത്തെ മണി ബ്ലോക്ക്. മണി ബ്ലോക്ക് നമ്പർ 3, നോ ഇൻവെസ്റ്റ്മെന്റ് ഇൻ യുവർ സെൽഫ്. നാം നമ്മിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക എന്നതാണ്. പണ്ടൊന്നോ കോളേജിൽ നിന്ന് പഠിച്ചെടുത്ത ഡിഗ്രി അതവിടെ നിർത്തി നമ്മുടെ പഠനം. അതായത് നമ്മുടെ ഗ്രോത്തിന് ആവശ്യമായ കാര്യങ്ങൾ, സ്കില്ലുകൾ പഠിച്ചെടുക്കുക, ലാംഗ്വേജുകൾ പഠിക്കുക, പേഴ്സണൽ ഗ്രോത്തിന് ആവശ്യമായ കോഴ്സുകളിൽ ജോയിൻ ചെയ്യുക. ഇത്തരം കാര്യങ്ങളൊക്കെ നാം ചെയ്യുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ആകും. ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിൽ തുറന്നു വരും. കാലങ്ങളുടെ ചേഞ്ചിനെ അഡാപ്റ്റ് ചെയ്യാനും കഴിയും. നാം ഇപ്പോഴും പഴയ 18-19 കിഡ്സ് ആളുകളൊക്കെ നാം അപ്ഡേറ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല. സ്വന്തത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് പഠനം നിർത്താതിരിക്കുക എന്നതാണ്. എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴും ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ അറിയാത്തവരും അല്ലെങ്കിൽ ചാറ്റ് GPT കുറിച്ച് അറിയാത്തവരൊക്കെ ഉണ്ടാവാം. അപ്പൊ അത്തരം കാര്യങ്ങളെ കുറിച്ച് അപ്ഡേറ്റ് ആവുക, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാവുക. കാരണം നമ്മുടെ സ്കില്ല് വർദ്ധിപ്പിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് നാം ഒരു സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിനിടയിൽ നാം ഒരു പുതിയ ഭാഷ സംസാരിക്കാൻ പഠിച്ചു. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വരുമാനത്തിൽ വർധനവുണ്ടാകും. അല്ലെങ്കിൽ നാം ഒരു പുതിയ സ്കില്ല് പഠിച്ചെടുത്തു, അപ്പൊ നമുക്ക് ഒരു ന്യൂ കരിയർ ഓപ്പർച്യൂണിറ്റി നമുക്ക് തുറന്നു തരും. അപ്പൊ മൂന്നാമത്തെ മണി ബ്ലോക്ക് സ്വന്തത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ്. അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് നാം കൂടുതൽ പഠിക്കാൻ തയ്യാറാവുക, സ്വന്തത്തിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. പേഴ്സണൽ ഗ്രോത്തിന് അത് സഹായിക്കും, നമ്മുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കുകയും ചെയ്യും. മണി ബ്ലോക്ക് നമ്പർ 4, ഒരേ ഒരു ഇൻകത്തിൽ മാത്രം ആശ്രയിച്ചു കൊണ്ടിരിക്കുക എന്നതാണ്. ഒന്നിൽ കൂടുതൽ ഇൻകം സോഴ്സുകൾ ഉണ്ടാവാതിരിക്കുന്നത് നമുക്ക് കൂടുതൽ വരുമാനം ലഭിക്കുന്നതിന് തടസ്സമാകും. ഒരു വരുമാനത്തിൽ മാത്രം ആശ്രയിക്കാതിരിക്കുക. കഴിഞ്ഞ വീഡിയോയിൽ സ്വഹാബത്തിന്റെ ബിസിനസ് തന്ത്രങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പല സ്വഹാബത്തിനും, റിച്ചസ്റ്റ് ആയ സ്വഹാബത്തിനൊക്കെ ഒന്നിൽ കൂടുതൽ ഇൻകം സോഴ്സുകൾ ഉണ്ടായിരുന്നു. ബിസിനസ് ഉണ്ടായിരുന്നു, അവർക്ക് കൃഷി ഉണ്ടായിരുന്നു, റിയൽ എസ്റ്റേറ്റ് ചെയ്ത സ്വഹാബത്തുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായ ഇൻകം സോഴ്സുകൾ ഇല്ലാതിരിക്കുന്നതാണ് നാലാമത്തെ മണി ബ്ലോക്ക്. കാരണം സാലറി എന്ന് പറയുന്നത് ഒരിക്കലും അത് നമ്മുടെ കൺട്രോളിലല്ല, അത് മറ്റൊരാളുടെ കൺട്രോളിലാണ്. അതുകൊണ്ട് തന്നെ അത് നിലച്ചാലും അല്ലെങ്കിൽ നമുക്കൊരു ലീവ് എടുക്കേണ്ടി വന്നാലും നമുക്ക് വരുമാനം ലഭിക്കുന്ന മറ്റു മാർഗങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ചെറിയ സൈഡ് ബിസിനസ്സുകളായിട്ടോ മറ്റോ നമ്മുടെ ഇൻകം സോഴ്സിന്റെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നതാണ് ഇതിനെ മറികടക്കാനുള്ള കാര്യം. ഒരു ഇൻകം മാത്രമുള്ള ആളുകൾ എങ്ങനെ ഒരു സെക്കൻഡ് ഇൻകം ഉണ്ടാക്കിയെടുക്കാമെന്ന് ചിന്തിക്കുക. അത് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് അതിൻ്റെ ഐഡിയകൾ, ആശയങ്ങൾ നമ്മിലേക്ക് വരിക. അത് ഓരോ ആളുകൾക്കും വ്യത്യസ്തമായിരിക്കും. എനിക്കുള്ള കഴിവുകളായിരിക്കില്ല നിങ്ങൾക്കുണ്ടാകുന്നത്, നിങ്ങൾക്കുണ്ടാകുന്നതായിരിക്കില്ല മറ്റൊരാൾക്കുണ്ടാകുന്നത്. അപ്പോൾ മറ്റൊരാളുടെ അയാൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിട്ടല്ല, നിങ്ങൾക്ക് എന്തിലാണോ ചെയ്യാൻ കോൺഫിഡൻസ് ഉള്ളത് ആ കാര്യത്തിലൂടെ എങ്ങനെ ഇൻകം നേടാമെന്ന് ചിന്തിക്കുക, ആലോചിക്കുക. ഇപ്പോഴത്തെ കാലത്ത് പഠിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. അപ്പൊ അതേക്കുറിച്ച് പഠിക്കുക,
കുറച്ച് ദിവസങ്ങൾ നിരന്തരം അതേക്കുറിച്ച് ആലോചിക്കുക, കാണുന്ന വീഡിയോകളിലും മറ്റൊക്കെ അതേക്കുറിച്ച് സെർച്ച് ചെയ്യുക. ഇങ്ങനെയാകുമ്പോൾ നമുക്കൊരു ഐഡിയ, ഒരു ആശയം ഉരുത്തിരിഞ്ഞു വരും. ആ ആശയത്തിൽ നിന്ന് എങ്ങനെ ഇൻകം ഉണ്ടാക്കാമെന്ന് ചിന്തിച്ച് അത് നിങ്ങളുടെ ഒരു പാർട്ട് ടൈം ആയിട്ട് ഒരു സെക്കൻഡ് ഇൻകത്തിനുള്ള സോഴ്സ് ആക്കിയിട്ട് അതിനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക എന്നതാണ് ഇതിനെ മറികടക്കാനുള്ള കാര്യം. മണി ബ്ലോക്ക് നമ്പർ 5, സ്വതക്ക കൊടുക്കാതിരിക്കുക എന്നതാണ്. സ്വതക്ക ദാനം ചെയ്യാതിരിക്കുക, ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. ചാരിറ്റി പ്രവർത്തനങ്ങൾ നമ്മുടെ സമ്പത്തിനെ വർദ്ധിപ്പിക്കുമെന്നാണ് ഖുർആനും ഹദീസും മറ്റുള്ള എല്ലാം പറഞ്ഞത്. മുമ്പുള്ള വെൽത്തുമായി ബന്ധപ്പെട്ട വീഡിയോകളിലൊക്കെ അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, കൂടുതൽ വിശദീകരിക്കുന്നില്ല. നമുക്ക് കിട്ടുന്നതിൽ നിന്നുള്ളൊരു വിഹിതം ചാരിറ്റിക്ക് വേണ്ടി, സ്വതക്ക ചെയ്യാൻ വേണ്ടി നാം മാറ്റിവെക്കുക. നമ്മുടെ വരുമാനത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ കൊടുക്കുമ്പോൾ നമ്മുടെ സമ്പത്തുകൾ കൂടുതൽ വരുമാനം, കൂടുതൽ സമ്പത്തിലൊരു അഭിവൃദ്ധി നമുക്കുണ്ടായിത്തീരുമെന്നതാണ്. മണി ബ്ലോക്ക് നമ്പർ 6, പുവർ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ എന്നതാണ്. സാമ്പത്തികമായ വിദ്യാഭ്യാസമില്ലായ്മ, അതും നമ്മുടെ വരുമാനത്തിന് നമുക്ക് തടസ്സപ്പെടുത്തി നിർത്തുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. സ്കൂളിൽ നിന്നോ മറ്റുള്ള വിദ്യാലയങ്ങളിൽ നിന്നൊന്നും സാമ്പത്തികമായ അഭിവൃദ്ധിക്ക് ആവശ്യമായതോ അല്ലെങ്കിൽ സാമ്പത്തികമായ അച്ചടക്കം നേടിയെടുക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊന്നും നമ്മൾ പഠിപ്പിക്കുന്നില്ല. അപ്പൊ അത് നാം സ്വയം നേടിയെടുക്കണം. അത്തരം പുസ്തകങ്ങൾ വായിക്കുക, ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങളും വീഡിയോകളും അത്തരം ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുക. ഹൗ ടു ബഡ്ജറ്റ്, ഹൗ ടു സേവ്, ഹൗ ടു ഇൻവെസ്റ്റ്, എങ്ങനെയാണ് നമ്മുടെ കിട്ടുന്ന വരുമാനം ബഡ്ജറ്റ് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് അത് സേവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നാം അത് എവിടെയാണ് കൂടുതൽ റിട്ടേൺ കിട്ടുന്ന വിധത്തിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുക എന്നതാണ്. പഠിക്കാത്തതിൻ്റെ കുറവാണ് പലപ്പോഴും നമ്മുടെ വരുമാനത്തെ തടഞ്ഞു നിർത്തുന്നത്. അപ്പോൾ 6ാമത്തെ മണി ബ്ലോക്ക്, നാം പഠിക്കാൻ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ നേടാതിരുന്നു എന്നതാണ് 6ാമത്തെ കാര്യം. മണി ബ്ലോക്ക് നമ്പർ 7, വിക്ടിം മൈൻഡ് സെറ്റാണ്. എന്ന് വെച്ചാൽ നാം എല്ലാത്തിനും ഇങ്ങനെ പരാതി, പരിഭവം പറഞ്ഞുകൊണ്ടിരിക്കുക, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ്. ചിലരൊക്കെ പറയുന്നത് കേൾക്കാം, നമുക്ക് ഞാൻ എത്ര ദ്വാരുന്നിട്ടും ഉത്തരം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആയതിൻ്റെ അവസ്ഥ, ഇങ്ങനെ ആയതിൻ്റെ കാരണം എൻ്റെ കുടുംബമാണ്, എൻ്റെ മാതാപിതാക്കളാണ്, അല്ലെങ്കിൽ ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഗവൺമെന്റ് ഇങ്ങനെ ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു അവസ്ഥ വന്നത്. ഇങ്ങനെ മറ്റുള്ളവരെ എല്ലാത്തിനും നമ്മുടെ ലൈഫിന്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കാതെ മറ്റുള്ളവരെ പഴി ചാരിക്കൊണ്ടിരിക്കുക, പരിഭവവും പരാതിയും മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. മറ്റു ചിലർ പറയുന്നത്, എനിക്ക് ജോലി കിട്ടിയ കമ്പനി ശരിയായില്ല, അവിടുത്തെ ബോസ് ശരിയായില്ല, മാനേജർ ശരിയായില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയതെന്നാണ്. എപ്പോഴും മറ്റുള്ളവരെ പഴി ചാരിക്കൊണ്ടിരിക്കുക. ഇതൊരു ഹിഡൻ ബ്ലോക്കാണ്. പലപ്പോഴും നാം അത് അറിയുന്നില്ല. നമ്മുടെ സംസാരത്തിലും മറ്റൊക്കെ ഇത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് 7ാമത്തെ മണി ബ്ലോക്ക് വിക്ടിം മൈൻഡ് സെറ്റാണ്. മറ്റുള്ളവരെ പഴിചാരുക, സ്വയം നമ്മുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതിരിക്കുക. ഞാൻ ഇങ്ങനെയായി തീർന്നതിന്റെ കാരണം അതിന്റെ ഉത്തരവാദി ഞാൻ തന്നെയാണ്. നിങ്ങൾ ഇപ്പോൾ ഏതവസ്ഥയിലാണോ ആ അവസ്ഥയിലായി തീർന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമാണ് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കുക. പരാതിയും പരിഭവവും ഒക്കെ പറയുന്നതൊക്കെ നിർത്തി മറ്റുള്ളവരെ പഴിചാരുന്നതും അവരെ ആക്ഷേപിക്കുന്നതും അവരെ കുറ്റപ്പെടുത്തുന്നതൊക്കെ ഒഴിവാക്കി നമുക്കെന്ത് നേടാനാവുമെന്ന് ചിന്തിക്കുക. വിക്ടിം മൈൻഡ് സെറ്റിൽ നിന്ന് റിച്ച് മൈൻഡ് സെറ്റിലേക്ക് നാം മാറി വരിക. എങ്ങനെയാണ് ഒരു പുവർ മൈൻഡ് സെറ്റിൽ നിന്ന് റിച്ച് മൈൻഡ് സെറ്റിലേക്ക് എത്തേണ്ടത്, അതിനുള്ള 10 സിമ്പിൾ ടിപ്സുകളുടെ ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. കാണാത്ത ആളുകൾ അത് കാണുക. നിങ്ങളുടെ ഇത്തരം വീഡിയോകൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഒറ്റൊരു കൂട്ടുകാരന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ബാറക്കല്ലാഹു ഫീക്കും വ ജസാക്കുമുല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.